പല വീട്ടമ്മമാരും അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ പലപ്പോഴും അവർക്ക് അസിഡിറ്റി വിട്ടുമാറാത്തതിന്റെ പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. ഇതിന് ഒരു പരിധി വരെ കാരണക്കാരായിരിക്കുന്നവരുടെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ തന്നെയാണ്. പലപ്പോഴും അവർക്ക് നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം, എന്നാലും മറ്റുള്ളവരും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, കൊച്ചുമക്കളായിക്കോട്ടെ എല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് അവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം മാറിയിരുന്ന് ഇതുപോലെ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരോടും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഇത് വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഒരു പക്ഷേ ഇതുപോലെ വീട്ടമ്മമാരിൽ അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാണ്ട് നിന്നേക്കാം. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർ ഇത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഭക്ഷണം നേരത്തെ തന്നെ കഴിക്കാൻ അവസരം ഉണ്ടാക്കുക. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഒരു 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് വലിയ ആശ്വാസമായേക്കും. അതുമാത്രമല്ല, വീട്ടിൽ ആർക്കെങ്കിലും അസിഡിറ്റിയോ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ കഴിക്കുന്ന അതേ ഭക്ഷണം ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാശി പിടിക്കാണ്ട്, കുടുംബത്തിലുള്ള മറ്റുള്ളവർ വാശി പിടിക്കാണ്ട് അവർക്കും കഴിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുവാനും ശ്രമിക്കുക. അങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ജീവിതകാലം മുഴുവനും നമുക്കങ്ങനെ ഫോളോ ചെയ്യേണ്ടി വരുമൊന്നുമില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഡയറ്റ് നോക്കാൻ പറയുന്ന കാലഘട്ടത്തിൽ ഒരുമിച്ച് ഇതുപോലെ സഹകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും.